നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയത് മുതൽ തുടങ്ങിയ പതർച്ചയാണ് നാം കണ്ടത്. ന്യൂസിലൻഡിൽ നിന്നുള്ള വമ്പൻ നാണക്കേടിൽ നിന്നൊന്നും പഠിച്ചില്ല എന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത്. യശസ്വി ജയ്സ്വാളും ദേവദത്ത് പടിക്കലും റണ്ണൊന്നും എടുക്കാതെ പുറത്തായപ്പോൾ വിരാട് കോഹ്ലിക്ക് 5 റൺസ് മാത്രമാണ് നേടാനായത്. KL രാഹുൽ 26 റൺസ് എടുത്താണ് മടങ്ങിയത്. ഇന്ത്യയുടെ മുൻനിരയിലെ 4 പ്രധാന താരങ്ങളും കൂടാരം കയറിയതിനാൽ തന്നെ ഇന്ത്യയുടെ നില കൂടുതൽ പരുങ്ങലിലുമായി. ഇന്ത്യ ബാറ്റിംഗ് തകർച്ച നേരിടവേ KL രാഹുലിന്റെ പുറത്താകലാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. ഓപ്പണറായി ഇറങ്ങിയ രാഹുൽ മികച്ച പ്രകടനത്തോടെ നിലയുറപ്പിച്ച് മുന്നേറുകയായിരുന്നു. 74 പന്തിൽ 3 4 അടക്കം 26 റൺസാണ് രാഹുൽ നേടിയിരുന്നത്. അപ്പോഴാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ കീപ്പർ ക്യാച്ചായി മടങ്ങുന്നത്. എന്നാൽ രാഹുലിന്റെ ബാറ്റിൽ ടച്ച് ഇല്ലായിരുന്നു എന്നത് റീപ്ലേകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇതോടെ തേർഡ് അമ്പയറുടെ വിചിത്ര തീരുമാനത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിന്റെ പന്ത് KL രാഹുലിന്റെ ബാറ്റിന് തൊട്ടടുത്തു കൂടിയാണ് വിക്കറ്റ് കീപ്പർ അലക്സ് കാരിയുടെ കയ്യിൽ എത്തുന്നത്. ഇതിന് പിന്നാലെ ഓസീസ് താരങ്ങൾ അപ്പീൽ ചെയ്യുകയായിരുന്നു. ഓൺഫീൽഡ് അമ്പയർ ഇത് നോട്ട് ഔട്ട് ആണെന്നാണ് തീരുമാനമെടുത്തത്. എന്നാൽ ഓസീസ് റിവ്യൂ എടുത്തതോടെ തീരുമാനം തേർഡ് അമ്പയറിലേക്ക് എത്തി. തേർഡ് അമ്പയർ ഇത് ഔട്ട് ആണ് എന്നാണ് വിധിച്ചത്. രാഹുലിനും ഇന്ത്യൻ താരങ്ങൾക്കും ആരാധകർക്കും വിശ്വസിക്കാനാകാത്ത വിധിയായിരുന്നു ഇത്. തേർഡ് അമ്പയർ പരിശോധിച്ചപ്പോൾ പന്ത് ബാറ്റിന് തൊട്ടടുത്തുകൂടി കടന്നു പോകുന്നത് വ്യക്തമാണ്. ബാറ്റിൽ തട്ടിയതായും തെളിവുകൾ ഇല്ല. എന്നിട്ടും തേർഡ് അമ്പയർ ഔട്ട് വിളിക്കുകയായിരുന്നു. സിനിക്കോ പരിശോധനയിൽ പന്ത് ബാറ്റിൽ തട്ടിയതായി സ്പാർക്ക് കാട്ടുന്നുണ്ട്. എന്നാൽ വീഡിയോയിൽ പന്ത് ബാറ്റിൽ കൊണ്ടിട്ടില്ല എന്ന് വ്യക്തം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വലിയ വിമർശനമാണ് തേർഡ് അമ്പയർക്കെതിരെ ഉയരുന്നത്. രാഹുൽ മികച്ച ഫോമിൽ മുന്നേറവേ ഇന്ത്യയെ തളർത്തുന്ന ഇത്തരത്തിലുള്ള വിചിത്ര തീരുമാനങ്ങളാണ് അമ്പയറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ത്യയെ തകർക്കാൻ തേർഡ് അമ്പയർ കൂട്ടുനിന്നു എന്നാണ് ആരാധകർ ഇതിനോടകം തന്നെ ആരോപിച്ചു വരുന്നത്. ഓസ്ട്രേലിയയിൽ ഇത്രയും വലിയൊരു മത്സരം നടക്കുമ്പോൾ സാങ്കേതികത ഇത്രയും ദുരന്തമാകുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് രാഹുലിന്റെ ആരാധകരടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നത്. മത്സരഫലത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമാണ് ഇത് എന്നാണ് ആരാധകർ വിലയിരുത്തുന്നത്. ഇത്രയും വലിയ പിഴവ് അംഗീകരിക്കാനാവില്ല എന്നും ഇത്തരം പിഴവുകൾ ആവർത്തിക്കരുതെന്നും ആരാധകർ ആവശ്യപ്പെടുകയാണ്. മത്സരത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. മുൻ താരങ്ങളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. റോബിൻ ഉത്തപ്പ എന്തൊരു നെറികേടാണിതെന്നും ഇത് തമാശയാണോ എന്നുമൊക്കെയാണ് ചോദിച്ചത്. മുരളി കാർത്തിക്കും രൂക്ഷ ഭാഷയിൽ വിമർശനം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വിശ്വസിക്കാനാകാത്ത വിചിത്ര തീരുമാനമാണ് ഇത് എന്നാണ് കാർത്തിക് പറയുന്നത്. മുന്നിൽ നിന്നുള്ള ആംഗിൾ പരിശോധിക്കാതെയാണ് തേർഡ് അമ്പയർ തീരുമാനം എടുത്തിരിക്കുന്നത്. ആദ്യം വീഡിയോയിൽ നിന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ സിനിക്കോ പരിശോധനയിൽ പോകാൻ പാടുള്ളൂ എന്നാണ് യഥാർത്ഥ നിയമം. എന്നാൽ അവിടെ സിനിക്കോ പരിശോധനയെ മാത്രം മുഖവിലേക്ക് എടുത്തതാണ് ഇപ്പോൾ വിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഓൺഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചിട്ടും അമ്പയേഴ്സ് കോൾ പരിശോധിക്കാതെ ആവശ്യത്തിന് പരിശോധന നടത്താതെ ഇത്തരമൊരു തീരുമാനം വിചിത്രമാണെന്നും അമ്പയറുടെ തീരുമാനം അംഗീകരിക്കാനാകില്ല എന്നുമാണ് ആകാശ് ചോപ്ര എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. വരുൺ ആരോണും ഹർഷ ഭോഗലയും അടക്കമുള്ള പ്രമുഖരെല്ലാം രാഹുലിനെ പുറത്താക്കാനുള്ള തേർഡ് അമ്പയറുടെ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. തേർഡ് അമ്പയറിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. നിർണായകമായ വാശിയേറിയ പോരാട്ടത്തിൽ അതും ഇത്രയും നന്നായി കളിച്ചുകൊണ്ടിരുന്ന KL രാഹുലിനെ മോശം അമ്പയറിംഗ് കാരണം പുറത്താക്കുന്നത് പരിതാപകരമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ടീമിനെയും കൂടുതൽ തളർത്തുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്.